ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാൾ മരിച്ചു. അടിമാലി ലക്ഷം വീട് ഉന്നതിയിലുള്ള ബിജുവാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിൻ്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തു. ഇവരെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രാത്രി 10:30-യോടെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. വീടുകളുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞതോടെ 2 വീടുകൾ പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 22 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റുകളും മറ്റും എടുക്കുന്നതിനായി ബിജുവും സന്ധ്യയും പോയ സമയത്താണ് അപകടമുണ്ടായത്. വിവരം പുറത്തറിഞ്ഞയുടൻ നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. NDRF അടക്കമുള്ള വിപുലമായ സന്നാഹമെത്തിച്ച് 6 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് സന്ധ്യയെ പുറത്തെടുത്തത്. ശ്വാസതടസ്സവും കാലിന് പൊട്ടലുമുണ്ടായ സന്ധ്യയെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വീണ്ടും 1 മണിക്കൂറിലധികം മണ്ണുമാന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ച് കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയ ശേഷമാണ് ബിജുവിനെ പുറത്തെടുക്കാനായത്. അഗ്നിരക്ഷാസേന എത്തുമ്പോൾ തന്നെ കോൺക്രീറ്റ് ബീമിനടിയിൽ ഞെരുങ്ങിയ നിലയിലാണ് ഇരുവരും കിടന്നിരുന്നത്.